സർക്കാരിന്റെ പാനൽ തള്ളിക്കൊണ്ട് ഡിജിറ്റൽ സർവകലാശാലയിലേക്കും ടെക്നിക്കൽ സർവകലാശാലയിലേക്കും സിസ തോമസിനെയും നേരത്തെ ഉണ്ട് 2 VC-മാരെയും ഗവർണർ നിയമിച്ചു. എങ്ങനെയാണത് കാണുന്നത്? അല്ല, സർക്കാരിൻ്റെ പാനൽ തള്ളി എന്ന് പറയുന്നതിനേക്കാളും സുപ്രീം കോടതി വിധിയെ അതിൻ്റെ അന്തസ്സത്തെയും ചാൻസലർ പൂർണ്ണമായിട്ടും വെല്ലുവിളിച്ചിരിക്കുകയാണ്. അത് അതീവ ഗൗരവമായ കാര്യമാണ്. സുപ്രീം കോടതിയുടെ വിധി വായിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. അതിനകത്ത് വളരെ കൃത്യമായി തന്നെ സുപ്രീം കോടതി വിധിയിൽ പറയുന്നുണ്ട് ഈ നിയമനം എങ്ങനെയായിരിക്കണമെന്നുള്ളത്. അതാണ് ഈ 16-ൽ പറയുന്നത്, Chancellor to issue a fresh notification appointing a particular person or allowing the particular person already occupying the office. ഒന്നുകിൽ ചാൻസലർക്ക് പുതിയൊരാളെ വയ്ക്കാം, അല്ലെങ്കിൽ നിലവിൽ തുടരുന്ന ആളെയും വയ്ക്കാം. ഇൻ അക്കോർഡൻസ് വിത്ത് സെക്ഷൻ 37 ഓഫ് ദ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ആക്ട് ആൻഡ് സെക്ഷൻ 1110 ഓഫ് ദ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആക്ട്. അപ്പോൾ സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് താൽക്കാലികമായി പുതിയൊരാളെയോ നിലവിലൊരാളെയോ വയ്ക്കാം, പക്ഷേ ഈ 2 നിയമങ്ങൾക്കകത്ത വകുപ്പുകൾക്കനുസരിച്ചായിരിക്കണം. ഈ വകുപ്പുകൾക്കനുസരിച്ചല്ല നിയമനം എന്ന് കണ്ടെത്തിയിട്ടാണ് ഹൈക്കോടതി നേരത്തെയുള്ളത് റദ്ദാക്കിയത്. അത് ഇവിടെ സുപ്രീം കോടതി അത് പരിശോധിച്ചിട്ട് പറയുന്നുണ്ട്. വിധിയെ ശരിവെച്ചുകൊണ്ട് തന്നെ സുപ്രീം കോടതി പറയുന്നുണ്ട്. അതായത് പുതിയൊരു ഇൻ്റർപ്രിട്ടേഷൻ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അത് there need not be any further debate on the same. അപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയത് സർക്കാരിൻ്റെ പാനലിൽ നിന്നല്ല താൽക്കാലിക വൈസ് ചാൻസലർ നിയമിച്ചു എന്നതുകൊണ്ടാണ്. അത് ശരിവെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ഈ വിധിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് ചാൻസലർക്ക് വയ്ക്കാം, പക്ഷേ അത് നിയമത്തിനനുസരിച്ചായിരിക്കണം. ഇവിടെ ആ സുപ്രീം കോടതി വിധിയെ പരസ്യമായി ചാൻസലർ വെല്ലുവിളിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ വിധിയുടെ അന്തസ്സത്ത് എന്താ? യഥാർത്ഥത്തിൽ സുപ്രീം കോടതി പരിശോധിച്ചിരിക്കുന്നത് ഈ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം എന്നതിനേക്കാളൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളും ഗൗരവത്തോടു കൂടി സുപ്രീം കോടതി പരിശോധിച്ചത് കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയം യൂണിവേഴ്സിറ്റികളിൽ തർക്കം മൂലം ഉണ്ടാകുന്നു. അതുകൊണ്ട് 2 അറ്റോർണിയും ചാൻസലർക്ക് വേണ്ടി ഹാജരായ വക്കീലിനോടും ഗവൺമെൻറ്റിന് വേണ്ടി അവിടെ ഹാജരായ വക്കീലിനോടും ചാൻസലറും ഗവൺമെൻറ്റും തമ്മിൽ ചർച്ച നടത്തി ഒരു കൺസെൻസസ് ഉണ്ടാക്കി തുടർ നടപടികളിലേക്ക് പോകണം എന്നുള്ളതാണ്. അപ്പോൾ സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത ചാൻസലറും ഗവൺമെൻറ്റും തമ്മിൽ ചർച്ചകൾ നടത്തി ഉണ്ടാക്കി ആളെ വയ്ക്കണം എന്നുള്ള വ്യവസ്ഥയെ തന്നെ ലംഘിക്കുക വഴി സുപ്രീം കോടതി വിധിയുടെ അന്തസ്സത്തെയും സുപ്രീം കോടതി വിധിയുടെ പൂർണ്ണമായും നിരാകരിക്കുകയും തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഭരണഘടനാ സ്ഥാനം വഹിക്കുന്ന ഒരാൾ ചാൻസലർ എന്ന നിയമപരമായ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഭാഗമാണെങ്കിൽ പോലും അത് അതീവ ഗൗരവമായിട്ടുള്ളതാണ്. രാജ്യത്തിൻ്റെ ഭരണത്തിരിക്കുന്നു. സുപ്രീം കോടതി വിധി രാജ്യത്തിൻ്റെ നിയമമാണ്. 141 നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച്. ആ വിധിയെ ചാൻസലർ വെല്ലുവിളിച്ചിരിക്കുന്നു. 2, ഈ ാണ് ഗവൺമെൻറ് പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി തന്നെ ഗവർണറെ കാണുകയും യൂണിവേഴ്സിറ്റിക്കകത്ത് തുടരുന്ന പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയതനുസരിച്ച് ഗവർണറുമായി ചർച്ച ചെയ്തത്. ആ ചർച്ച വളരെ നല്ല രീതിയിലായിരുന്നു. അദ്ദേഹം പല കാര്യങ്ങളും അംഗീകരിച്ചിരുന്നു. അത് തുടരുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത്. പക്ഷേ അവന് ഘടകവിരുദ്ധമായിട്ട് നിലപാട് ഈ തീരുമാനത്തിലൂടെ വന്നിരിക്കുന്നു. സുപ്രീം കോടതി വിധി വന്ന ഉടൻ തന്നെ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രേഖാമൂലം തന്നെ ബഹുമാനായ ഗവർണർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. സുപ്രീം കോടതി വിധിയുടെ അന്തസ്സത്തയ്ക്കകത്തും ഇന്ന് സർവകലാശാലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും നിയമവകുപ്പ് മന്ത്രിയെയും ചർച്ചയ്ക്ക് വേണ്ടി ചുമതലപ്പെടുത്തിക്കൊണ്ട് രേഖാമൂലം കത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് നേരത്തെ തന്നെ ഈ വിധിക്കനുസരിച്ചുള്ള അന്തസ്സത്തയുടെ അത് തന്നെ നേരത്തെ കൊടുത്ത ലിസ്റ്റ് ഉള്ളപ്പോൾ തന്നെ സുപ്രീം കോടതി വിധിയുടെ പാരഗ്രാഫുകൾ വരെ ഉദ്ധരിക്കുന്ന ഒരാളെ നിശ്ചയിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് പൂർണ്ണമായും തള്ളിക്കളയുന്ന ഗവർണർ ചാൻസലർ എം എൽ എ നിർവഹിക്കുന്ന സുപ്രീം കോടതി വിധി
വെല്ലുവിളിയാണ്. സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കും. അപ്പോൾ ചാൻസലറാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം ഇപ്പോൾ പ്രകടമായിരിക്കുന്നു. ആ നിയമ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ബഹുമാനായ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ്. പുതിയ ചീഫ് ജസ്റ്റിസ് ചാർജ് എടുത്തു. അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ നിയമ യൂണിവേഴ്സിറ്റിക്ക് ഒരു സ്ഥിരം വൈസ് ചാൻസലർ വേണം, അവൻ്റെ നിലവാരം ഇടിയുന്ന പ്രശ്നമുണ്ട്. അത് ഉടൻ തന്നെ അംഗീകരിച്ചു. അതിനകത്ത് സെർച്ച് കമ്മിറ്റി വന്നു. നല്ല രീതിയിൽ ആ നിയമനം നടന്നു. അപ്പോൾ ചാൻസലർ എന്ന നിലയിൽ ഗവർണർ ഇല്ലാത്ത കേരളത്തിലെ ഏക യൂണിവേഴ്സിറ്റിയിൽ വളരെ സമാധാനപരമായി ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഗവർണർ എന്ന പദവിയിൽ ചാൻസലറായിരിക്കുന്ന മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു. അത് ഒരാളും ധൈര്യപ്പെടാത്ത കാര്യമാണ്. സുപ്രീം കോടതി വിധിയുടെ അന്തസ്സത്തെയും സുപ്രീം കോടതി വിധിയുടെ പൂർണ്ണമായും വെല്ലുവിളിക്കുന്ന ഒരു സമീപനം ഭരണഘടനാ പദവിയുള്ള ഒരാൾ സ്വീകരിച്ചിരിക്കുന്നത് ഇത് അതീവ ഗൗരവമായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്.